നമസ്കാരം. കേരളത്തിൽ മഴ കടുത്തിരിക്കുകയാണ്. 2 ദിവസം കൂടി മഴ കൂടുതലുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ ഒരു ദിവസം മാത്രമാണ് ഒന്ന് മഴ മാറി നിന്നത്. ഇത് കഴിഞ്ഞാൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് നിരീക്ഷകർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മഴ കടുത്തിരിക്കുകയാണ്. എന്തായാലും 2-3 ദിവസം കൂടി മഴ കടുപ്പ് എടുത്തിരിക്കും. പക്ഷെ മഴ കടുത്തപ്പോഴേക്കും നമ്മുടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ മുഴുവനും വെള്ളത്തിനടിയിലായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തൊരു ഗതികേടാണ് നമ്മൾ ആലോചിക്കുക. നമ്മുടെ നാട്ടില് ഒരു ചെറിയ മഴ പെയ്തതിന് ഇപ്പം ഇന്ന് ഇത്തിരി മഴ കടുത്ത മഴയാണ് പെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അത്ര വലിയ കടുത്ത മഴയൊന്നും അല്ല പെയ്തത്. അപ്പോഴേക്കും നമ്മുടെ പ്രധാന പട്ടണങ്ങൾ, തലസ്ഥാന നഗരമായ തിരുവനന്തപുരം, അതുപോലെ കൊച്ചി, അതുപോലെ കോഴിക്കോട്, അതുപോലെ മറ്റു ചില പട്ടണങ്ങളും എല്ലാം ഇങ്ങനെ വെള്ളത്തിനടിയിലാവുന്നതാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ സ്വയം അധികാരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ മഴക്കാല ശുചീകരണ, പൂർവ്വകാല ശുചീകരണ പ്രവർത്തനം നടത്തണം എന്നത് ഒരു പദ്ധതിയായിട്ട് തന്നെ ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേക കാശും നീക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടാക്സ് വാങ്ങി ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് ഇവർ ഇങ്ങനെ വാഹനത്തിൽ പെട്രോൾ അടിച്ച് കറങ്ങി നടക്കുന്നതല്ലാതെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സംവിധാനത്തിന്റെ തകരാറാണ്. നമ്മുടെ സംവിധാനം മുഴുവനും ഈ ഇടതുപക്ഷങ്ങൾ, വിപ്ലവകാരികൾ, നാട്ടിൽ നന്മ കൊണ്ടുവരാൻ വന്നവർ ഭരിക്കാൻ വന്നിട്ട് പോലും ആ സംവിധാനത്തിനെ ഒന്ന് തൊഴാൻ പോലും, ആ സംവിധാനത്തിനെ ഒന്ന് മാറ്റിമറിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പൊ ഇവരും UDF-ഉം എല്ലാം ഒരുപോലെ ആയിരിക്കുന്നു, ഒരേ ത്രാസിൽ ഒരുപോലെ തൂങ്ങുന്നവരായി മാറിയിരിക്കുന്നു. പിന്നെ എന്തിന് ജനത്തിന് പ്രത്യേകിച്ച് LDF-നോട് സ്നേഹം കാണിക്കണമെന്ന് പല LDF പ്രവർത്തകരും ചോദിക്കുന്ന കേൾക്കുമ്പോൾ അതാണ് നമുക്ക് സത്യമാണ് തോന്നുന്നത്. കാരണം ഞാൻ പിന്നെ ഓഫീസിലേക്ക് യാത്ര ചെയ്യാൻ വരുമ്പോൾ തന്നെ ഈ മഴയത്ത്, ഇന്നലെയും വരെ ഞാൻ നോക്കാൻ മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് ഒരു ഇന്ന് ഞാൻ കണ്ടതാണ് പല സ്ഥലങ്ങളിലും ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പല സ്ഥലങ്ങളിലും റോഡ് വൃത്തിയാക്കുന്നത് ഞാൻ കാണുന്നു. മഴയത്ത് ആൾക്കാർ നിന്നുകൊണ്ട് മഴ നനഞ്ഞുകൊണ്ട് ഓട വൃത്തിയാക്കുകയാണ്. ഈ മഴ വരുന്നത് വരെ എന്തിനു കാത്തു നിന്നു എന്നുള്ളതാണ് നമുക്ക് സംശയം തോന്നുന്നത്. ഒന്ന്, ഇനി ഈ മഴ 2-3 ദിവസം മുമ്പേ ഈ ഞാൻ വരുന്ന വഴിയിൽ ഇങ്ങനെ ഓട വൃത്തിയാക്കുന്ന കണ്ടുകൊണ്ട് വരെയാണ്. ഈ ഓട വൃത്തിയാക്കുമ്പോൾ ഈ ഓടയിലെ മണ്ണും അടഞ്ഞു കിടന്ന മണ്ണും, എക്കൽ മണ്ണും, അഴുക്ക് മണ്ണും, അതിൻ്റെ കൂടെ കുപ്പിച്ചില്ലുകളും, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും, അങ്ങനെയുള്ള എല്ലാ മാലിന്യങ്ങളും കൂടെ കോരി റോഡിന്റെ കരയിൽ വച്ച് അതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആ കോരി വെച്ച മണ്ണ് അവിടെ തന്നെ ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇന്ന് ശക്തമായി മഴ പെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മണ്ണെല്ലാം ഈ ശക്തമായ മഴയിൽ ഒലിച്ച് റോഡിലേക്ക് ഇറങ്ങുന്നതാണ് കാണുന്നത്. അപ്പൊ റോഡിൽ വാഹനങ്ങൾക്ക് ഇനി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഈ കല്ലും മണ്ണും കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും അടങ്ങിയ ഈ അഴുക്ക് മണ്ണാണ് റോഡിലേക്ക് ഇങ്ങനെ നിറയെ റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നത്. ഈ മണ്ണ് റോഡ് നിറയെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടയർ പഞ്ചറാകുന്ന അവസ്ഥ. കാരണം കുപ്പിച്ചില്ല് നിറയെ ഉണ്ട്. ആ കുപ്പിച്ചില്ലുകൾ ഇവർ കോരി മാറ്റുന്നില്ല. കാരണം കോരി മാറ്റാനുള്ള സമയം കിട്ടില്ല. അതിനുമ്പോൾ മഴ പെയ്തു. അപ്പൊ ഇവർ വച്ച് താമസിപ്പിച്ചതാണ് കാരണം. എന്തുകൊണ്ടാണ് ഈ ഓട നേരത്തെ തന്നെ മെയ് ആദ്യ വാരം മുതൽ തന്നെ, അല്ലെങ്കിൽ ആദ്യ ദിവസം മുതൽ തന്നെ, കാരണം മെയ് പകുതി കഴിയുമ്പോഴേ നമ്മുടെ കേരളത്തിൽ മഴ വരുമെന്നും മഴ ശക്തമാകുമെന്നും അറിയാമായിരുന്നു. കടുത്ത വേനൽ ഉണ്ടായിരുന്നത് കൊണ്ട് വരുന്ന മഴ കൂടുതൽ ശക്തമാകാതിരിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുകയും ചെയ്തിരുന്നു, പ്രവചിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പിന്നെ ഗവൺമെന്റിനും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനും ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ആ സമയത്തൊക്കെ മുഖ്യമന്ത്രിയും അതുപോലെ മറ്റ് ഉള്ളവരും അതുപോലെ കോർപ്പറേഷൻ മേയറും ഒക്കെ പിന്നെ വേറെ ചില കളികൾ കളിച്ചു. മുഖ്യമന്ത്രി വിദേശത്ത് പോയി അങ്ങനെ മക്കളും കൊച്ചുമക്കളുമായിട്ട് ഇങ്ങനെ ആഘോഷിച്ച് നടക്കുകയായിരുന്നു. കേരളത്തിൽ എന്തോ നടന്നോട്ടെ എന്നതായിരുന്നു. കോർപ്പറേഷൻ മേയർ റോഡിൽ ഡ്രൈവറെ വിളിച്ച് ചേർത്തിട്ട് ചീത്ത വിളിക്കാൻ നടക്കുകയും പിന്നെ കിട്ടിയ സമയം മഴ വരുമ്പോൾ ഒന്ന് മൂന്നാറിലൊക്കെ പോയി അടിച്ച് കറങ്ങാൻ പോവുകയും ആണ് ഉണ്ടായത്. ഇതൊന്നും ആസൂത്രണം ചെയ്യാൻ ഇവർക്കൊന്നും കഴിയുന്നില്ല. നമ്മുടെ സംവിധാനങ്ങളെ നേരെ ചെവ്വേ കൊണ്ടുപോകാൻ ഈ ഇടതുപക്ഷത്തിന് പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനെ ഇനി പ്രത്യേകിച്ച് ജനങ്ങൾ വേർതിരിച്ച് കാണേണ്ട ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. നേരത്തെ കൂട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ, ഈ റോഡുകൾ വൃത്തിയാക്കാൻ, പിന്നെ സ്മാർട്ട് സിറ്റി പദ്ധതി, വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് അവിടെയെല്ലാം ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അതെല്ലാം വൃത്തിയാക്കാനുള്ള ശ്രമം നടത്തുക. അതിന് ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റ്, കാരണം തലസ്ഥാന നഗരത്തിലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ആസ്ഥാനം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ബാധിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും. കോർപ്പറേഷനെ ബാധിക്കുന്നതിനേക്കാളും ഏറ്റവും ഗവൺമെന്റിനെ ആയിരിക്കും ബാധിക്കുന്നതെന്ന് തിരിച്ചറിയാനും അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെ ഈ സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, അങ്ങനെ നമ്മുടെ സംവിധാനത്തെ പിടിച്ച് അനക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഒരു
ഒരുപക്ഷെ ഇത്തരം വെള്ളക്കെട്ട് തലസ്ഥാനതയിൽ ഉണ്ടാവുമായിരുന്നില്ല. കൊച്ചി കോർപ്പറേഷനിലും കാലങ്ങളായി നമ്മൾ കാണുന്നതാണ്. ഓരോ മഴ വരുമ്പോഴും ചെറിയ മഴ വരുമ്പോഴും വെള്ളക്കെട്ട് നടക്കുന്നത്. ഒരിക്കൽ ഒരു ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മഴയത്ത് മൺവെട്ടി കൊണ്ട് മണ്ണ് കോരിക്കളയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഇവിടുത്തെ ഭരണകൂടത്തിനെ സ്വാധീനിക്കേണ്ടതാണ്, ഭരണകൂടത്തിനെ ബാധിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ വെറും ഒരു ഉപകരണങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റേറ്റ് കാറിൽ കറങ്ങി നടക്കാനും പിന്നെ ഉദ്ഘാടന യോഗങ്ങളിൽ പങ്കെടുക്കാനും അവിടെ പോയി നാട മുറിക്കാനും അവിടെ രണ്ടൊന്ന് വർത്തമാനം പറയാനും മാത്രമായ ഒരു സ്ഥാപനമായിട്ട് ഗവൺമെന്റ് മാറുന്നു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി കാര്യങ്ങൾ പിന്നെ ചിന്തിക്കാനും ചർച്ച ചെയ്യാനും നടപ്പിലാക്കാനും കഴിവില്ലാത്ത ഒരു ഭരണകൂടങ്ങളായിട്ട് നമ്മുടെ മാറുന്നു. ഇടത് ഗവൺമെന്റ് പോലും അത്തരത്തിൽ തരം താണിരിക്കുന്നു എന്നതാണ് ഈ മഴയത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാട്ടാനുള്ളത്.